നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണന് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അഗ്നിയെ പുക കൊണ്ട് മൂടുന്നത് പോലെ എല്ലാ ശ്രമങ്ങളും ചില ന്യൂനതകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രകൃതിയിൽ നിന്നും ജനിക്കുന്ന ചില കർമ്മങ്ങൾ തെറ്റാണെങ്കിലും അവ ഒരിക്കലും ഉപേക്ഷിക്കരുത്. പരമാത്മാവിൻ്റെ പ്രീതിക്കായി ഏതെങ്കിലും പ്രത്യേക പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി എല്ലാ വൈകല്യങ്ങളിൽ നിന്നും മുക്തമാകും. അതാണ് കുറ്റമറ്റ നടപടി എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു. അടുത്തത് ഭഗവാൻ പറയുന്നത് നിസ്വാർത്ഥതയെ പറ്റിയാണ്. കോപത്തിൽ നിന്നും എല്ലാ ഭൗതിക മോഹങ്ങളിൽ നിന്നും മുക്തരായ തികഞ്ഞ ആത്മീയ നിയന്ത്രണമുള്ളവരും വിജയത്തിനായി തുടർച്ചയായി പരിശ്രമിക്കുന്നവരുമായവർക്ക് സമീപഭാവിയിൽ മോചനം സുനിശ്ചിതമാണ്. എല്ലാ ത്യാഗങ്ങളുടെയും തപസ്സുകളുടെയും പരമമായ ആസ്വാദകൻ, എല്ലാ ലോകങ്ങളുടെയും ദേവതകളുടെയും നാഥൻ, എല്ലാ ജീവജാലങ്ങളുടെയും ഉപകാരിയും അഭ്യുദയകാംക്ഷിയും എന്ന് അറിയുന്നതിനാൽ എൻ്റെ മാത്രം വികാരങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാൾ ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും സമാധാനം നേടുന്നു എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ലോകം സന്തോഷിക്കുന്നു. എല്ലാവരും നിങ്ങളോട് അടുക്കുന്നു. സിദ്ധപുരുഷന്മാർ അങ്ങേ വന്ദിക്കുന്നുണ്ടെങ്കിലും അസുരന്മാർ ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. നീ ബ്രഹ്മാവിനേക്കാൾ വലിയവനാണ്. യഥാർത്ഥ സൃഷ്ടാവ് നീയാണ്. പിന്നെ എന്തുകൊണ്ട് അവർ നിങ്ങളെ ബഹുമാനത്തോടെ അഭിവാദ്യം ചെയ്യുന്നില്ല? ഈ ഭൗതിക ലോകത്തിനും അപ്പുറമുള്ള പരമമായ ഉറവിടവും കാരണങ്ങളുടെ കാരണവും നിങ്ങളാണ് എന്ന് അറിയുക. ഭക്തർക്ക് ഉപാസനയുടെ അടിസ്ഥാനവും ദാതാവുമാണ് ശ്രീകൃഷ്ണൻ. ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും എല്ലാവരുടെയും ക്ഷേമത്തിനു വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. അടുത്തതായി ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ദയയുള്ളവരാവുക എന്നതാണ്. ആരെയും വെറുക്കാത്തവൻ, എന്നാൽ എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യമുള്ളവനും, സ്വയം യജമാനനാണെന്ന് കരുതാത്തവനും, വ്യാജമായ അഹംഭാവത്തിൽ നിന്നും മുക്തനും, സുഖത്തിലും ദുഃഖത്തിലും സമചിത്തത പുലർത്തുന്നവനും, എപ്പോഴും ആത്മസംതൃപ്തി ഉള്ളവനും, സ്വയം നിയന്ത്രിച്ച് നിശ്ചയദാർഢ്യമുള്ള ഒരു ഭക്തൻ, തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരപ്പെടുത്തുകയും ഭക്തിയിൽ മുഴുകുകയും ചെയ്യുന്നു. യഥാർത്ഥ ഭക്തൻ എല്ലാ ജീവജാലങ്ങളോടും തൻ്റെ ശത്രുവിനോട് പോലും ദയ കാണിക്കുന്നവനാണ് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അമിതമായ ഭക്ഷണം കഴിക്കുകയോ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുകയോ അമിതമായി ഉറങ്ങുകയോ വേണ്ടത്ര ഉറങ്ങാതിരിക്കുകയോ ചെയ്യുന്ന ഒരാൾ യോഗിയാകാൻ ഒരിക്കലും സാധ്യതയില്ല. ഭക്ഷണം, ഉറക്കം, വിനോദം, ജോലി എന്നീ ശീലങ്ങളിൽ സ്ഥിരത പുലർത്തുന്ന ഒരാൾക്ക് യോഗാഭ്യാസത്തിലൂടെ എല്ലാ ഭൗതിക പ്രശ്നങ്ങളെയും നശിപ്പിക്കുവാൻ കഴിയുമെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് പറയുന്നത്. ചിട്ടയായ ഭക്ഷണത്തിലൂടെ പല രോഗങ്ങളും തടയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിട്ടയായ ഉറക്കം, ഭക്ഷണം ഇത് ശീലമാക്കുവാൻ പരമാവധി ശ്രമിക്കുക. അടുത്തതായി ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അഹിംസയെക്കുറിച്ചാണ്. അഹിംസ എന്നാൽ ശരീരത്തെ കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് പൊതുവെ അർത്ഥമാക്കുന്നത്. എന്നാൽ അഹിംസയുടെ യഥാർത്ഥ അർത്ഥം മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കരുത് എന്നതാണ്. ജഡിക ബുദ്ധി മൂലം സാധാരണക്കാർ അജ്ഞതയിൽ വലയുകയും ഭൗതികമായ ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അതിനാൽ ആരെങ്കിലും ആളുകളെ ആത്മീയ അറിവിലേക്ക് ഉയർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ അക്രമം തുടരുന്നു എന്നതാണ് അർത്ഥം. ആളുകൾക്ക് യഥാർത്ഥ അറിവ് വിതരണം ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. അങ്ങനെ അവർക്ക് പ്രബുദ്ധരാകാനും ഭൗതിക അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാകാനും സാധിക്കുന്നതാണ്. അടുത്തതായി ഭഗവാൻ ശ്രീകൃഷ്ണന് നിങ്ങളോട് പറയാനുള്ളത് സംതൃപ്തി, ലാളിത്യം, ഗൗരവം, ആത്മീയ നിയന്ത്രണം, ജീവിത ശുദ്ധീകരണം ഇവയാണ് മനസ്സിൻ്റെ തപസ്സുകൾ. മനസ്സിനെ നിയന്ത്രിക്കുക എന്നതിനർത്ഥം അവയെ ഇന്ദ്രിയ സംതൃപ്തിയിൽ നിന്നും വേർപെടുത്തുക എന്നതാണ്. അവൻ എപ്പോഴും ദാനധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയിൽ പരിശീലിക്കപ്പെടണം. ചിന്തകളുടെ ഗൗരവമാണ് മനസ്സിനുള്ളിലെ ഏറ്റവും നല്ല പരിശീലനം.
മനുഷ്യൻ തൻ്റെ എല്ലാ ഇടപാടുകളിലും തികഞ്ഞവനായിരിക്കണം. അങ്ങനെ അവൻ്റെ ജീവിതം ശുദ്ധമാക്കണം. ഈ ഗുണങ്ങളെല്ലാം മനസ്സിൻ്റെ തപസ്സിന് കീഴിലാണ് വരുന്നത് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഭഗവാന് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 7 ചക്ര ഹീലിംഗ് ആൻഡ് ക്ലെൻസിങ് മെഡിറ്റേഷൻ ക്ലാസ് ഈ വരുന്ന വ്യാഴാഴ്ച സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മോർണിംഗ് ഷിഫ്റ്റും ഉണ്ട്, ഈവനിങ് ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബാച്ച് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഏത് ഷിഫ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മെഡിറ്റേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 7 ദിവസത്തെ കോഴ്സാണ് വരുന്നത്. 7 ദിവസത്തെ കോഴ്സിനും കൂടെ 999 രൂപയാണ്. കോഴ്സിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം മാറുന്നതാണ്. സമാധാനവും സന്തോഷവും വന്നു ചേരുകയും നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള നെഗറ്റീവ് എനർജീസിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് മുക്തരാകാൻ സാധിക്കുന്നതുമാണ്. കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുവാൻ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.